വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ഈ വർഷത്തെ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോകളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും നമ്മുടെ ചാനലുകൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ്. നേരത്തെ കൃത്യമായിട്ട് അനൗൺസ് ചെയ്ത അതേ രീതിയിൽ തന്നെ HSCAPൻ്റെ അവസാന ഡേറ്റ് ഇന്നലെ അവസാനിച്ചിരുന്നു. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് കൃത്യമായ രീതിയിൽ അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും ട്രയൽ അലോട്ട്മെൻറ്റ് നിലവിൽ 24/5/2025 പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളുടെ സംശയമാണ് ട്രയൽ അലോട്ട്മെൻറ്റ് എന്തൊക്കെയാണ്, ട്രയൽ അലോട്ട്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ പരിശോധിക്കാൻ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട സംശയങ്ങൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചോദിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തായാലും നിലവിൽ ഡേറ്റ് നേരത്തെ അനൗൺസ് ചെയ്ത രീതിയിൽ 24/5/2025 ഈ വരുന്ന ശനിയാഴ്ചയാണ് പബ്ലിഷ് ചെയ്യുക. ഇനി അതിൽ എന്തെങ്കിലും ഡേറ്റിൽ മാറ്റം വരികയാണെങ്കിൽ, എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സ്പോട്ടിൽ തന്നെ വിദ്യാർത്ഥി നമ്മുടെ ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് ഒരുപാട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കയിലാണ്. പലപ്പോഴും പല രക്ഷിതാക്കളുടെയും അതായത് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്, ഇനി ആഗ്രഹിച്ച സ്കൂളിൽ തന്നെ അല്ലെങ്കിൽ ആഗ്രഹിച്ച കോഴ്സിൽ തന്നെ സയൻസ് തന്നെ കിട്ടുമോ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് ഏതിനാണ് കിട്ടുക, ഇങ്ങനെ പല സംശയങ്ങളാണ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉള്ളത്. അപ്പോൾ അതൊക്കെ കൃത്യമായ രീതിയിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്ന അലോട്ട്മെൻറ്റാണ് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ട്രയൽ അലോട്ട്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പറയാം. അതിന് മുന്നോടിയായിട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കാൻ നേരത്തെ നിങ്ങൾ അപേക്ഷ കൊടുത്ത സെയിം വെബ്സൈറ്റ് തന്നെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴി തന്നെ ഇനി ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സ്വന്തം മൊബൈൽ ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു കാരണവശാൽ നിങ്ങൾ ഔട്ട്സൈഡ് പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപേക്ഷ തന്നെ പല വിദ്യാർത്ഥികളും കൃത്യമായ രീതിയിൽ മൊബൈൽ ഫോൺ വഴി തന്നെ തെറ്റുകൂടാതെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇനി നേരത്തെ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾ അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്തിട്ട് അത് ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ഡയറക്റ്റ് ലിങ്ക് തരും. ഇനി ഇല്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ യൂസർ നെയിമോ അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നേരത്തെ കിട്ടിയ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ പാസ്വേഡും അതേപോലെ നിങ്ങൾ ഏതാണ് ജില്ല കൊടുത്തത് ആ ജില്ല കൊടുത്ത് കൃത്യമായിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇൻ കേസ് ഏതെങ്കിലും വിദ്യാർത്ഥിയുടെ ആപ്ലിക്കേഷൻ നമ്പർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്യാൻ വിട്ടുപോയി അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ആപ്ലിക്കേഷൻ നമ്പർ കിട്ടുവാനുള്ള ലിങ്ക് ഇവിടെ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു. അത്തരത്തിൽ വിദ്യാർത്ഥികൾ ഈ ഒരു പേജിൽ തന്നെ താഴെ നിങ്ങൾക്ക് ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം കാൻഡിഡേറ്റ് ലോഗിൻ SWS താഴെ ഗെറ്റ് യൂസർ നെയിം എന്നുള്ളത് ജസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾ നേരത്തെ കൊടുത്ത നിങ്ങളുടെ SSLC രജിസ്റ്റർ നമ്പർ ഉൾപ്പെടെയുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെയുള്ള കാര്യം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അഥവാ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ മാത്രം ഈ ലിങ്ക് ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ വാങ്ങുക. പിന്നെ അതോടൊപ്പം തന്നെ ഇനി ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ 24-ന് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഇനി അഥവാ അതിന് മുന്നോടിയായിട്ട് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷ കൊടുത്ത മുഴുവൻ വിദ്യാർത്ഥികളും പരിശോധിക്കുക. അപ്പോൾ ട്രയൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇത് പേര് തന്നെ ട്രയൽ ആണ്, അത് മെയിൻ അലോട്ട്മെൻറ്റ് അല്ല. അതായത് മെയിൻ അലോട്ട്മെൻറ്റ് ഇവിടെ കൃത്യമായിട്ട് നിങ്ങളെ ഇൻഫോം ചെയ്ത പ്രകാരം അതായത് ആദ്യ അലോട്ട്മെൻറ്റ് ജൂൺ 2-ാം തീയതിയാണ്. ഈ ജൂൺ 2-ാം തീയതി നടക്കുന്ന അലോട്ട്മെൻറ്റ് ആണ് അതായത് മെയിൻ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ട്രയൽ അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും വരുത്തുവാൻ സാധിക്കുന്ന അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ നേരത്തെ പല വിദ്യാർത്ഥികളും അപേക്ഷ കൊടുക്കുമ്പോൾ പല കാര്യങ്ങളും മിസ്റ്റേക്ക് വന്നു പോയിട്ടുണ്ട്. ബോണസ് മാർക്ക് കൈവശം സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് ടിക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ അങ്ങനെയുള്ള പല സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്ന പല സർട്ടിഫിക്കറ്റുകളും അറിയാതെ ടിക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുള്ള രീതിയിൽ ടിക്ക് ചെയ്തവരുണ്ട്. അത്തരത്തിലുള്ളവർക്കൊക്കെ അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം ആഗ്രഹിച്ച ഒരു സ്കൂൾ കൊടുക്കാൻ വിട്ടുപോയി, ഇനി അല്ലെങ്കിൽ ആഗ്രഹിച്ച രീതിയിലുള്ള ഓർഡറല്ല കൊടുത്തത്, ഇനി അല്ലെങ്കിൽ ആഗ്രഹിച്ച കോഴ്സ് അല്ല കൊടുത്തത്, ഇങ്ങനെയൊക്കെ ഒരുപാട് അപ്ഡേറ്റ്സ് ആവശ്യമായിട്ടുള്ള വിദ്യാർത്ഥികൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ കാര്യവും നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ വഴി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വിദ്യാർത്ഥികൾക്ക് വരുത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ അതായത് നിങ്ങൾ കൊടുത്ത സ്കൂൾ ഓപ്ഷൻസാണ്. ഓക്കെ, അതായത് നിങ്ങൾ കൊടുത്ത റാങ്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ എവിടെയാണ്, കാരണം ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ സ്കൂളുകളുടെ ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഏകദേശം നിങ്ങൾക്ക് കിട്ടുന്ന സ്കൂളും അല്ലെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടുന്ന കോഴ്സും നിങ്ങൾക്ക് ഈ പറയുന്ന ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ നിങ്ങൾക്ക്
നിങ്ങൾ ഓർഡർ നിങ്ങൾ മാറ്റി കൊടുക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് മൂന്നാമത് കൊടുത്ത കോഴ്സ് നിങ്ങൾ മൂന്നാമത് കൊടുത്ത സ്കൂൾ നിങ്ങൾക്ക് ഒന്നാമത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഓർഡർ നിങ്ങൾ മാറ്റിയിട്ട് ഒന്നാമത്തെ ഓർഡറിട്ട് മാറ്റുക. അത്തരത്തിൽ നിങ്ങളുടെ ഈ ട്രയൽ അലോട്ട്മെൻറ്റിൽ വന്ന റിസൾട്ടിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നതാണ്. അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രയൽ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടാത്തവരാണെങ്കിൽ തന്നെ അവരും യാതൊരു കാരണവശാലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇനി ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളോ അല്ലെങ്കിൽ ആഗ്രഹിച്ച കോഴ്സോ അല്ല കിട്ടിയതെങ്കിൽ നിങ്ങളൊരു കാരണവശാലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ട്രയൽ അലോട്ട്മെൻറ്റിൽ വന്നതിന് ശേഷം ഒരുപാട് വിദ്യാർത്ഥികൾ ആവശ്യമായ മാറ്റങ്ങൾ വരുന്നതായിരിക്കും, എഡിറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് തന്നെ ആയിരിക്കില്ല ഒന്നാം അലോട്ട്മെൻറ്റിൽ. അപ്പോൾ അതുകൊണ്ട് ടോട്ടലി മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ട്രയൽ നിങ്ങൾ ജസ്റ്റ് ഒരു ടെമ്പററി ആയിട്ട് മാത്രം കണക്കാക്കുക. അതോടൊപ്പം തന്നെ മെയിനായിട്ട് ഇതുകൊണ്ടുള്ള ലക്ഷ്യം എഡിറ്റ് ചെയ്യലാണ്. അപ്പോൾ പരമാവധി നിങ്ങളുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആവശ്യമായിട്ടുള്ള റീ ഓർഡറിൽ അതേപോലെ തന്നെ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ വന്നത് സമയത്തുള്ള ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾ സംശയമാണ് ഇത്തരത്തിൽ തെറ്റുകൾ എങ്ങനെ തിരുത്താമെന്നത്. അത്തരത്തിൽ എല്ലാ തെറ്റുകളും നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ തിരുത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു അലോട്ട്മെൻറ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ അതിനുശേഷമുള്ള മെയിൻ അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഇനിയുള്ള ഓരോ ദിവസവും വളരെ കൃത്യമായ രീതിയിൽ നിങ്ങൾ സമയബന്ധിതമായിട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും പ്രത്യേകിച്ച് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റും അതേപോലെ മെയിൻ അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഓരോ ഘട്ടങ്ങളിലെയും അപ്ഡേറ്റ്സുകൾക്ക് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാൻ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാൻ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് രചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.